ഇപ്പം കൗൺസിലർ ചേരുന്നുണ്ട്. എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്? കൊലപാതകമാണ്. നമ്മളെ രാവിലെ ഒരു 6:20 ഹരിതകർമ്മസേനാംഗം വന്ന് വേസ്റ്റ് എടുക്കാൻ വന്നപ്പോഴാണ് ഈ ബോഡി കാണുന്നത്. ഉടനെ അവരെന്നെ വിവരം അറിയിച്ചു. ഞാൻ 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ തല മുതൽ അരഭാഗം വരെ പ്ലാസ്റ്റിക് ചാക്കിട്ട് മൂടിയിരിക്കുന്നത്, താഴേക്ക് നേക്കഡ് ആയിട്ടുള്ള ബോഡിയുമായിരുന്നു നമ്മൾ കണ്ടത്. ഉടനെ തന്നെ നമ്മൾ ഗേറ്റ് ക്ലോസ് ചെയ്യുകയും അതിൽ ബോഡിയുടെ അടുത്ത് ഈ ജോർജ് എന്ന വ്യക്തി ഇരിപ്പുണ്ട്. ഗേറ്റ് ക്ലോസ് ചെയ്ത് പോലീസിൽ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. ഇത് ദീർഘകാലമായിട്ട് ജോർജ് ഇവിടെ താമസിക്കണം. ഭാര്യയും മക്കളും ഒരുമിച്ച് അദ്ദേഹം താമസിക്കുന്നത്. ഇപ്പൊ ഭാര്യ സ്ഥലത്തില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മകളുടെ വീട്ടിൽ പോയിരിക്കുകയാണെന്നുള്ളതാണ് അറിവ്. എത്ര ദിവസമായിട്ട് അവർ ഇവിടെ ഇല്ല? കറക്റ്റ് അറിയില്ല. 2 ദിവസം ആകുന്നു എന്ന് പറയുന്നു. ജോർജിന് അപ്പൊ തന്നെ കസ്റ്റഡി എടുക്കായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് പോലീസ് വന്നപ്പോ തന്നെ കൊണ്ടുപോയി പുള്ളിയെ. അയാൾ എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നു? അദ്ദേഹം ഞാനൊന്നും തെറ്റും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് പോകുന്ന വഴിക്ക് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. വേറെ ഒന്നും നമുക്കറിയില്ല. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്. അത്ര സുബോധത്തിലല്ലായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് സംസാരിച്ചത്. പിന്നെ അദ്ദേഹത്തോട് വേറെ ആരും സംസാരിക്കാൻ പോയിട്ടുമില്ല. ഈ മൃതദേഹമാരുടെയാണെന്നുള്ള ഐഡന്റിറ്റി നമുക്ക് മനസ്സിലാവുന്നില്ല. ഫോട്ടോ കണ്ടിട്ടും നമ്മളുടെ നാട്ടുകാരും അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പരിസരത്തുള്ള അല്ല. പോലീസ് വേറെന്താ പറയുന്നത്? അതായത് ഇവിടെ ഇപ്പോ ജോർജ് ഇന്ന് പുലർച്ചെയാണ് ഇത് കാണുന്നത്. ഇന്നലെ രാത്രി എങ്ങനെ ഈ ചാക്ക് ചോദിച്ചു നടക്കും? വെളുപ്പിനെന്തോ ചാക്ക് മേടിച്ചു എന്ന് പറയുന്നുണ്ട്. 4:30 ശേഷം ഇവിടെ അടുത്തൊരു കടയിൽ പോയി 2 ചാക്ക് വാങ്ങി വന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഏകദേശം വെളുപ്പിന് ഇവിടെ അടുത്തല്ല, കുറച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു കടയിൽ പോയി. ആ സമയത്ത് തുറക്കുന്നത് അവിടെ മധുര അപ്പം ഉണ്ടാക്കുന്ന ഒരു കടയാണ്. അവിടെ പോയിട്ട് വാങ്ങി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അരുൺകുമാർ, അതാണ് ജോർജ് അത്തരത്തിൽ കൊലപ്പെടുത്തിയതാണെന്നുള്ളൊരു സംശയം. അത് ബലപ്പെടാനുള്ള കാരണം അതാണ്. ഇന്ന് പുലർച്ചെ ഇയാൾ ഒരു കടയിൽ അയാൾ അവിടെ അറിയപ്പെടുന്ന ഒരാളായിരുന്നോ? എങ്ങനെ പൊതുവെ സമൂഹത്തിൽ ഇടപെടുന്ന ആളാണോ? ഇതേപോലെയുള്ള എന്തെങ്കിലും പരാതിയോ അങ്ങനെ എന്തെങ്കിലും? ഈ ജോർജിനെതിരെ നേരത്തെ എന്തെങ്കിലും പരാതികളുണ്ടായിരുന്നു? ജോർജ് ഈ മദ്യപിച്ചിട്ട് അവിടെ ഇവിടെ കയറിയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെറിയ കേസുകളല്ലാതെ ഇതുപോലെ നേരത്തെ എനിക്ക് തോന്നുന്നത് കേസായിട്ടൊന്നുമില്ല. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ മദ്യപിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ വിഷയങ്ങളല്ലാണ്ട് ഒരു അങ്ങനെയുള്ള പ്രശ്നക്കാരനൊന്നും അല്ല അദ്ദേഹം. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു നമുക്ക് എന്താ ചെയ്യുന്നത്? ജോലി എന്താ? പ്രായമുള്ള ആളുകളെ നോക്കാൻ വേണ്ടിയാ പുള്ളി പോയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ അതായത് വയ്യാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ സഹായിക്കും. അങ്ങനത്തെ ഇതിനാ പോയിക്കൊണ്ടിരിക്കണം. ആള് ഒരു ആൽക്കഹോളിക്കാണ് ആള്. എപ്പോഴും മദ്യപിച്ചിട്ടുള്ള ഒരു രീതിയിൽ നടക്കുള്ളൂ. സ്ഥിരം പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ വീട്ടില് പ്രശ്നങ്ങളുണ്ടോന്ന് നമുക്കറിയില്ല. അത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുന്നത്. അങ്ങനെ നടക്കുന്നല്ലാണ്ട് ആരോടും വഴക്കൊന്നുമില്ല. മദ്യപിച്ച് ഇങ്ങനെ ഫുൾ ടൈം മദ്യത്തിൽ ഇങ്ങനെ നടക്കും. ആ ഒരു ഇതാണ്. ഓക്കെ.